പത്തനംതിട്ടയിൽ വില്ലേജ് ഓഫീസറെ വെട്ടുമെന്ന് CPM നേതാവിൻ്റെ ഭീഷണി. കെട്ടിട നികുതി ചോദിച്ചതിന് നാരങ്ങാനം വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട CPM ഏരിയ സെക്രട്ടറി MB സഞ്ജു. 2022 അടയ്ക്കേണ്ട നികുതി അടയ്ക്കാത്തത് ചോദിച്ചതിനായിരുന്നു ഈ ഭീഷണി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. ആദ്യം ആ ഭീഷണിയിലേക്ക്. സഞ്ജു ആണോ? അതെ. സഞ്ജു നമസ്കാരം. പുതിയ വില്ലേജ് ഓഫീസറാണ് കേട്ടോ. വില്ലേജ് ഓഫീസറാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്. പുതിയ ആളാണ്. സഞ്ജുവിന് 2022 ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിങ് ഉള്ളതായിട്ട് അറിയാമല്ലോ. അല്ല ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ട്. 2022 മുതൽ ഈ 2025 വരെ സഞ്ജു അടയ്ക്കാം എന്ന് പറയാം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ, ഡെപ്യൂട്ടി കളക്ടറുടെയും ഒക്കെ മുൻപിൽ. അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുക. എന്തോ? ഞാൻ എവിടുത്തുകാരൻ? ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു. ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ. പുതിയ ആളായോണ്ട് ഞാൻ മാവേലിക്കരക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തിൽ മുമ്പോട്ട് പോകാം. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാ. ഓക്കെ, നടപടിയെടുക്കും. മര്യാദയ്ക്ക് സംസാരിച്ചോണം കേട്ടോ. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, അടയ്ക്കാത്ത കെട്ടിട നികുതി ചോദിച്ചതിനാണ് CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. പേര് ചോദിക്കുന്നു, എവിടെയാണ് വീട് എന്ന് ചോദിക്കുന്നു, മര്യാദയ്ക്ക് സംസാരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ കയറി വെട്ടും എന്ന് ഫോണിൽ കൂടി ഭീഷണി മുഴക്കുകയാണ്. CPM ഭരിക്കുന്നതിൻ്റെ ധാർഷ്ട്യം. അങ്ങനെ തന്നെയല്ലേ മിഥുൻ മുരളി? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM ഭരണത്തണലിലുള്ള ധാർഷ്ട്യമാണ് പ്രകടമാകുന്നത്. CPM ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് ഓഫീസിൽ കയറി വെട്ടുമെന്നുള്ള ഭീഷണിയാണ് നടത്തിയിരിക്കുന്നത്. ഈ ഭീഷണിക്ക് അടിസ്ഥാനം ഈ കെട്ടിട നികുതി ചോദിച്ചു എന്നുള്ളത് മാത്രമാണ്. 2022 അടയ്ക്കേണ്ട കെട്ടിട നികുതി ഈ CPM നേതാവ് ഇതുവരെ അടച്ചിട്ടില്ല. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ CPM ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പത്തനംതിട്ട ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള MB സഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നതും ഈ കെട്ടിട നികുതി ഉടനെ തന്നെ അടയ്ക്കണം, തുടർ നടപടികളിലേക്ക് പോകുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ പല വിഭാഗങ്ങളിലും മറുപടി നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കെട്ടിട നികുതി അടയ്ക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഞ്ജുവിനെ വിളിക്കുന്നു. സഞ്ജു അതിന് ഭീഷണിയോടുകൂടി എവിടുത്തെ ആളാണ്, എവിടുത്തുകാരനാണ്, ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ടാണ് തനിക്ക് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ള സൂചന നൽകിക്കൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഓഫീസിൽ കയറി വെട്ടും, അത് അസഭ്യ പ്രയോഗത്തോടു കൂടി ഈ വില്ലേജ് ഓഫീസറെ, നാരങ്ങാനം വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതിൽ വില്ലേജ് ഓഫീസർ വ്യക്തിപരമായിട്ടുള്ള സംസാരം ഒന്നുമല്ല നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി 2022 ഒടുക്കേണ്ട കെട്ടിട നികുതി അത് അടയ്ക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയാണ് ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ CPM നേതാവ് നടത്തിയിരിക്കുന്നത്. ഓഫീസിൽ കയറി വെട്ടും, ഒപ്പം അസഭ്യ പ്രയോഗം നടത്തുന്നു, താൻ ഏത് നാട്ടുകാരനാണെന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള ഭീഷണി നടത്തുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരത്തണലിലുള്ള CPMന്റെ അധികാരത്തണലിലുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇതിലൂടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി വീണ ജോർജും ഒപ്പം സ്പീക്കറും M ഷംസീറും പങ്കെടുത്ത ഒരു പരിപാടി പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ നടക്കുകയും അന്ന് അവതാരകനെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതി ഉയർന്നത് ഈ ഏരിയ സെക്രട്ടറിക്ക് എതിരെയായിരുന്നു. MB സഞ്ജു ആണ് അന്നും ഏരിയ സെക്രട്ടറി ഈ അവതാരകനെ അന്ന് വീണ ജോർജിനെയും ഒപ്പം ഷംസീറിനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ചില അവതരിപ്പിച്ചപ്പോൾ ചില പിശക് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതി ഉയർന്നതും ഈ ഏരിയ സെക്രട്ടറിക്ക് എതിരെയായിരുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തലുകൾ, അസഭ്യം പറയുന്നു, വില്ലേജ് ഓഫീസറെ കൃത്യനിർവഹണം നടത്താൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ഇത് മാറുകയുമാണ്. 2022 3 വർഷത്തിന് മുമ്പുള്ള കെട്ടിട നികുതി അത് ആവശ്യപ്പെട്ടു എന്നുള്ള കാരണത്താലാണ് അസഭ്യ പ്രയോഗം നടത്തിക്കൊണ്ട് വീട്ടിൽ കയറി വെട്ടുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. വിനോദ്, പത്തനംതിട്ടയിലാണ് കെട്ടിട നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഈ 2022 മുതലുള്ള കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫോൺ ചെയ്ത വില്ലേജ് ഓഫീസറെ CPM ഏരിയ സെക്രട്ടറി സഞ്ജു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നത് വേണ്ടി വന്നാൽ വില്ലേജ് ഓഫീസിൽ കയറി വെട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾ ഫോണിലൂടെ നൽകിയിരിക്കുന്ന ഭീഷണി. മിഥുൻ മുരളി, ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് നടപടികളാക്കിയിട്ടുണ്ടോ? കൂടുതൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ മിഥുൻ?
നടപടികൾ എന്തായാലും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ ശ്രമിച്ച ഒരു വില്ലേജ് ഓഫീസറെയാണ് ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള പരാതികളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിയമപരമായിട്ട് ഔദ്യോഗികമായിട്ട് പരാതികൾ ഒന്നുമായിട്ട് വില്ലേജ് ഓഫീസർ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് കൃത്യനിർവഹണം നടത്താൻ ശ്രമിച്ച 2022 കെട്ടിട നികുതി അടയ്ക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ട, വ്യക്തിപരമായിട്ട് യാതൊരു ഭീഷണിപ്പെടുത്തലും നടത്താതിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നിയമപരമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏരിയ സെക്രട്ടറിക്കെതിരെ ഭീഷണിപ്പെടുത്തിയതിന്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കേണ്ടതാണ്. പോലീസ് ഏത് രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഭരണത്തിന്റെ തണലിലുള്ള ധാർഷ്ട്യം പ്രകടമാക്കുമ്പോൾ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടികളെടുത്ത് പോലീസ് മുന്നോട്ട് പോകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർന്നു വരികയും ചെയ്യും. എന്തായാലും 2022 മുതലുള്ള കെട്ടിട നികുതി അത് ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധ വ്യക്തിപരമായിട്ട് പ്രകോപിപ്പിക്കുന്നതോ വ്യക്തിപരമായി ചോദ്യം ചെയ്യുന്നതോ മറ്റോ ഒന്നുമില്ലാത്ത ഒരു ഫോൺ സംഭാഷണത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത് CPM ഏരിയ സെക്രട്ടറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ മാതൃകാപരമായി തന്നെ നിയമപരമായി പോലീസ് മുന്നോട്ട് പോകുമോ, നിയമപരമായി നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും യാതൊരുവിധ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫോൺ കോൾ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിനകത്ത് ഈ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നേരത്തെയും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ്, ഈ കെട്ടിട നികുതി അടയ്ക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഫോൺ സന്ദേശം. 2022 കെട്ടിട നികുതി മുടങ്ങിക്കിടക്കുകയാണ്, തനിക്ക് മുകൾ തട്ടിലുള്ള മറ്റ് നടപടികൾ ഭാഗമായിട്ട് മറ്റു ഉദ്യോഗസ്ഥർക്ക് മറ്റു വിഭാഗങ്ങളിലേക്ക് ഈ കെട്ടിട നികുതി മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകേണ്ടതാണ്. ഇനിയും ഈ കെട്ടിട നികുതി മുടങ്ങിക്കിടക്കുന്നത് പത്തനംതിട്ടയിലാണ് കെട്ടിട നികുതി ചോദിച്ചതിന്റെ പേരിൽ വില്ലേജ് ഓഫീസർക്ക് ഫോണിലൂടെ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. 2022 മുതലുള്ള കെട്ടിട നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട വില്ലേജ് ഓഫീസറെ വേണ്ടി വന്നാൽ ഓഫീസിൽ കയറി വെട്ടുമെന്നാണ് CPM ഏരിയ സെക്രട്ടറി സഞ്ജു ഫോണിലൂടെ ഭീഷണി മുഴക്കിയത്. അതിൻ്റെ ശബ്ദരേഖയാണ് നമ്മൾ പുറത്തുവിട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.